നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും സമരവും ഒടുക്കം ആ സമരത്തിന് മുൻപിൽ ഭരണകൂടത്തിന് മുട്ടുകുത്തേണ്ടി വന്നതും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുമൊക്കെ ഒരു വലിയ ചരിത്രമാണ്. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ജനാധിപത്യം അപകടത്തിലാകുമ്പോൾ, ജനങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ, ഭരണകൂടം തെറ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ജനങ്ങൾ ഇറങ്ങും എന്നുള്ള ഒരു മുന്നറിയിപ്പ്. എന്നാൽ ഈ ഒരു സമരത്തോടുകൂടി ഒരുപാട് പേരുടെ മുഖങ്ങൾ വലിച്ചു കീറപ്പെട്ടിട്ടുണ്ട്. അതായത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ മാന്യന്മാരായി വിലസിയിരുന്ന പലരുടെയും മുഖം മൂടി വലിച്ചു കീറുന്ന ഒരു സമരവും കൂടിയായിരുന്നു ജന്തർ മന്ദറിൽ നടന്നത്. സോഷ്യൽ മീഡിയയിൽ വർഗീയ വിഷം ചീറ്റുന്ന എത്രയോ പേരെയാണ് നമ്മൾ ഈ സമരത്തിൽ ഉടനീളം കണ്ടത്. അതായത് ഈ സമരം നടക്കുമ്പോൾ പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പ്രതികരിച്ച ഒരു കൂട്ടം ആളുകളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അക്കൂട്ടത്തിൽ സമരത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നവരുണ്ടായിരുന്നു. എന്നാൽ ആ അനുകൂലിച്ച് സംസാരിക്കുന്നവരിൽ ചിലരുടെ വായിൽ നിന്ന് ചില വിദ്വേഷം പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഈ സമരത്തിനെതിരെ സംസാരിച്ച ഒരു കൂട്ടം ആൾക്കാരെയും നമ്മൾ കണ്ടു. അവരുടെ വായിൽ നിന്നും വർഗീയ വിഷം ചീറ്റുന്നത് നമ്മൾ കണ്ടു. അത്തരക്കാരെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ മാറ്റി നിർത്തേണ്ടത്. വലിയൊരു മുന്നറിയിപ്പ്, വലിയൊരു തുറന്നുകാട്ടൽ കൂടിയാണ് ഈ സമരം രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. ഞാനെങ്ങാനുമായിരുന്നു അധികാരത്തിൽ ഇരുന്നതെങ്കിൽ അവന്മാരെ വെടിവെച്ചു കൊന്നേനെ എന്നുള്ള കലാപ ആഹ്വാനം നടത്തുന്ന ചിലരെയും നമ്മൾ കണ്ടു. അവർക്കെതിരെ നടപടിയെടുക്കാൻ ഭരണകൂടം തയ്യാറാകുമോ? കേരളത്തിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനോടും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടുമാണ് ചോദിക്കാനുള്ളത്. സോഷ്യൽ മീഡിയ കത്തുന്ന ഒരു പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് രമേശ് ചെന്നിത്തലയോടും വി.ഡി. സതീശനോടും ഇവിടുത്തെ ചെറുപ്പക്കാർ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. വിദ്വേഷ പ്രസംഗം നടത്തിയ, വിദ്വേഷപരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സംസാരിച്ചവർക്കെതിരെ നിങ്ങൾ നടപടിയെടുക്കുമോ ഭരണകൂടമേ എന്നുള്ള ചോദ്യം ഇന്നിപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും ഹീനമായ രീതിയിൽ ജന്തർ മന്ദറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച ഒരു വീഡിയോ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. RSSന്റെ ഒരു നേതാവ്, ഒരു BJP നേതാവ് TG മോഹൻദാസ്, നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരാളുടെ വായിൽ നിന്ന് വന്ന ഏറ്റവും ഹീനമായ ചില കാര്യങ്ങൾ അത് വലിയ ചർച്ചയ്ക്കും പൊട്ടിത്തെറിക്കും വഴിവെച്ചിരിക്കുകയാണ്. ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നു കൊണ്ട് അങ്ങേയറ്റം ആ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ മോഹൻദാസ് ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ആ പരാമർശം, അതായത് ഇയാൾക്കെതിരെയൊക്കെ ഭരണകൂടം നടപടിയെടുക്കാൻ തയ്യാറുണ്ടോ? അതാണ് ചോദ്യം. എന്തിനാണെന്ന് നിങ്ങളൊക്കെ ഈ സമരത്തെ ഭയക്കുന്നത്? ഭരണകൂടങ്ങൾ സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും അതുപോലെ ചോദ്യങ്ങളെയും ഭയക്കുകയാണ്. ഇത് മോദി ഭരിക്കുമ്പോൾ മോദിയോട് ചോദ്യം ചോദിച്ചുകൂടെ? ജനാധിപത്യത്തിനെതിരായ നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അതൊരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന പ്രക്രിയയാണെന്നേ. പിണറായിക്കും ചോദ്യങ്ങളെയും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളെയും ഒക്കെ ഭയമായിരുന്നല്ലോ കഴിഞ്ഞ 10 വർഷക്കാലത്ത്. അതും നമ്മൾ കണ്ടു. അല്ല, ഇനിയിപ്പോൾ കോൺഗ്രസ് ആണ് അധികാരത്തിൽ ഏതെങ്കിലും കാലത്ത് വരുന്നതെങ്കിൽ അവരും ഇതുപോലെ തന്നെ അടിച്ചമർത്താനോ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഇല്ലാതാക്കാനോ ശ്രമിച്ചാൽ അവർക്കെതിരെയും പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ജനാധിപത്യ രീതിയാണത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് മോദിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കരുത്, മോദിക്കെതിരെ പ്രതിഷേധങ്ങൾ നടത്തരുത്. ഇപ്പോൾ ഈ TG മോഹൻദാസ് പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം അഹങ്കാരം നിറഞ്ഞ വാക്കുകളാണ്. അയാളുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ജന്തർ മന്ദർ സമരത്തിനൊടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അംഗീകരിച്ച കേന്ദ്ര സർക്കാർ നടപടിയെക്കുറിച്ചായിരുന്നു TG മോഹൻദാസ് ഒരു വീഡിയോയിൽ പ്രതികരിച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അംഗീകരിച്ച തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ വിജയമോ പരാജയമോ എന്ന് ചോദിക്കുകയും അവസാനം അത് കേന്ദ്ര സർക്കാരിന്റെ തന്ത്രപരമായ തീരുമാനമായാണ് അവകാശപ്പെടുകയും TG മോഹൻദാസ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ സമരത്തെ എങ്ങനെ നേരിടുമെന്നും വീഡിയോയിൽ മോഹൻദാസ് പറയുന്നുണ്ട്. താനായിരുന്നുവെങ്കിൽ സമരസ്ഥലത്ത് കർഫ്യൂ പ്രഖ്യാപിച്ച് വെടിവെപ്പിന് ഉത്തരവിടും എന്നാണ് മോഹൻദാസ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിദ്യാർത്ഥികൾക്ക് നേരെ വെടി ഉതിർക്കുമെന്ന്, അവരെ വെടിവെച്ച് കൊല്ലും എന്നാണ് പച്ചയ്ക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് അയാളിൽ നിന്നുണ്ടായിരിക്കുന്നത്. എന്നിട്ടും ഈ വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പ്രചരിക്കുമ്പോഴും ഇയാൾക്കൊക്കെ എതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഇവിടെ വിദ്യാർത്ഥികൾ ചെയ്ത തെറ്റെന്താണ്? ഇവിടെ നിങ്ങൾ ആദ്യം മുതൽ തന്നെ ഈ സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കമായിരുന്നല്ലോ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. BJPക്കാരെയും RSS ഗുണ്ടകളെയും ഇറക്കിവിട്ട ആ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കാനുള്ള നീക്കമുണ്ടായി. ആ വീഡിയോ ഒക്കെ ലോകം മുഴുവൻ കണ്ടതാണ് സാർ. അവരുടെ ആവശ്യം എന്തായിരുന്നു? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം.
വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം. ആത്മഹത്യ ചെയ്ത, അതായത് നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിലൂടെ ആ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്ത 20 വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകണം. അതായിരുന്നു അവരുടെ ആവശ്യങ്ങൾ. ന്യായമായ ആവശ്യമായിരുന്നില്ലേ സാർ അവരവിടെ ഉന്നയിച്ചത്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ തങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുമെന്ന് ആ വിദ്യാർത്ഥികൾ പറഞ്ഞു. ഒടുക്കം ഗത്യന്തരമില്ലാതെ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കേണ്ടി വന്നല്ലോ ഭരണകൂടത്തിന്. അതോടുകൂടി അവർ ആ സമരം അവസാനിപ്പിച്ചില്ലേ? പക്ഷെ ആ സമരത്തെ നേരിടാൻ എന്തൊക്കെ ഹീനമായ രീതികളാണ് ഭരണകൂടം പ്രയോഗിച്ചത്. ഇവിടെ TG മോഹൻദാസിനെ പോലുള്ളവർ ഞാൻ അവന്മാരെ വെടിവെച്ച് കൊല്ലും എന്നൊക്കെ പച്ചയ്ക്ക് പറയുമ്പോൾ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഒന്നും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും അത് ചെയ്തേനെ ഒരു കൂട്ടം ആൾക്കാർ. ഇത് ലോകം മുഴുവൻ കണ്ടതുകൊണ്ടാണ് അവർക്കെതിരെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. എന്നിട്ട് പോലും അവരെ തല്ലിച്ചതയ്ക്കുന്നതാണ് ലോകം മുഴുവൻ കണ്ടത്. പിന്നെ ഒരു വലിയ വാഗ്വാദമായിരുന്നു, വലിയൊരു വാദം ഉയർത്തിയത് ഈ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക്, അതിൻ്റെ പ്രതിനിധികൾക്ക് വിദേശത്ത് നിന്ന് ഫണ്ടിങ് കിട്ടി, അതായത് ഭീകരരുടെ കയ്യിൽ നിന്ന് ഫണ്ടിങ് എത്തി എന്നൊക്കെയായിരുന്നു വലിയ വാദം ഉയർന്നു വന്നത്. ഒടുക്കം അതും പെട്ടിയിൽ അടച്ചു പൂട്ടേണ്ടി വന്നില്ലേ? അതായത് ഇന്റലിജൻസ് സംവിധാനങ്ങൾ തന്നെ നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ ഒരു തരത്തിലും ഈ വിദ്യാർത്ഥികളിലേക്ക് വിദേശത്ത് നിന്ന് ഒരു ഫണ്ടിങ്ങും നടന്നിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തി. കേന്ദ്ര സർക്കാരിന് തന്നെ അത് വെളിപ്പെടുത്തേണ്ടി വന്നില്ലേ? എന്നിട്ടും ഇങ്ങനെ കിടന്ന് ഒരു കൂട്ടർ വാദിക്കുകയാണ്. അവർ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് സമരം നടത്തിയത്. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല? ഇനി ഈ പറയുന്ന TG മോഹൻദാസ് പറഞ്ഞ ചില വൃത്തികേടുകളുണ്ട്. അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന വൃത്തികെട്ട ചില വാദങ്ങൾ ഇയാൾ ഈ വീഡിയോയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അയാളെ ഇപ്പോൾ വലിച്ചു കീറുകയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. കാരണം പൊട്ടുന്ന അടിയാണ് ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വീടിന് പുറത്തെങ്ങാനും നീ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ അടിച്ചോടിക്കും എന്ന് പച്ചയ്ക്ക് മലയാളികൾ ഇയാളുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അയാൾ പറയുന്ന ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുഴുവനായിട്ടൊന്ന് പരിശോധിക്കണം. എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് പറയാം. ഞാൻ ആ പ്രദേശത്ത് കർഫ്യൂ ചുമത്തും. ജന്തർ മന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ചുമത്തും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിലൂടെ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. എന്നിട്ടും അനുസരിച്ചില്ലെങ്കിൽ പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേർ മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. കുറേ കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ ശരി, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഒരു പരിഹാരമാണ്. പ്രക്ഷോഭം ഒക്കെ അടിച്ചമർത്താൻ പറ്റും. ഇതായിരുന്നു മോഹൻദാസ് വലിയ അഹങ്കാരത്തോടെയാണ് പറഞ്ഞത്. ഇതുപോലത്തെ പ്രക്ഷോഭം സപ്രസ് ചെയ്ത ആളാണ് പ്രധാനമന്ത്രി മോദി എന്ന് മോഹൻദാസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളും മോഹൻദാസ് നടത്തിയിട്ടുണ്ട്. ഗുജറാത്ത് കലാപം ഓർത്തു നോക്കുക. ഗുജറാത്തിലെ 14 ജില്ലകളിലായിരുന്നു അന്ന് കലാപം. ഒരു ഭരണതല പരിചയവും ഇല്ലാത്ത നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിയാണ് അത് ഹാൻഡിൽ ചെയ്തത് എന്നാണ് മോഹൻദാസ് പറയുന്നത്. അതിനെതിരെയാണ് സാർ ഈ ഗുജറാത്ത് കലാപം ഇന്നും വിമർശിക്കപ്പെടുന്നത്. മോദിയുടെ മേൽ ഒരു കളങ്കമായി നിൽക്കുന്നത് ഇന്നും അതുതന്നെയാണ്. അതായത് ഭരണകൂടം, അധികാരമുള്ളവർ ജനങ്ങളെ അടിച്ചമർത്തും, ഇങ്ങനെ വെടിവെച്ചു കൊല്ലും എന്നൊക്കെ മോഹൻദാസ് അങ്ങ് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ്. അതായത് മോദിയെ പോലും കുടുക്കുന്ന തരത്തിലാണ് മോഹൻദാസിന്റെ വായിൽ നിന്ന് ചില വാക്കുകൾ വന്നിരിക്കുന്നത്. ജന്തർ മന്തർ സമരത്തിൽ പങ്കെടുത്ത യുവാക്കൾക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങളും മോഹൻദാസ് നടത്തിയിട്ടുണ്ട്. വോക്ക് രാഷ്ട്രീയം പറയുന്നവർ എന്ത് ഹീനകൃത്യവും ചെയ്യും എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് മോഹൻദാസ് നടത്തിയിരിക്കുന്നത്. സമരത്തിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും രാജ്യവിരുദ്ധരാണ് എന്ന ആരോപണവും ഇയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അട്ടിമറി നടത്തിയാൽ ജനങ്ങൾ എതിരാകും എന്ന് CJPക്കും ഒപ്പമുള്ളവർക്കും അറിയാം. അതിന് പകരം ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ഈ എട്ടും പൊട്ടും തിരിയാത്ത ചെറുപ്പക്കാരികളെയും ഇളക്കി വിടാനാണ്. വോക്ക് തലയിൽ കയറിയാൽ പിന്നെ അറുതല തുള്ളുന്ന പോലെയാണ്. പിന്നെ എന്തും ചെയ്യും, എന്ത് ഹീനകൃത്യവും ചെയ്യും. ഇവരെ ആത്മഹത്യ ചെയ്യിക്കാൻ വളരെ എളുപ്പമാണ്. തലയിൽ മണ്ണെണ്ണയോ പെട്രോളോ ഒഴിച്ചിട്ട് തീ കൊളുത്തുക. ചെറുപ്പക്കാർ പട്ടണങ്ങളിൽ മാതൃകാപരമായിട്ട് എല്ലാവരും കാണുക, തലയിൽ മണ്ണെണ്ണ ഒഴിച്ചോ പെട്രോൾ ഒഴിച്ചോ തീ കൊളുത്തി എന്ന് വെക്കുക. അത് ഹാൻഡിൽ ചെയ്യാനും മാർഗങ്ങൾ ഉണ്ട് എന്നാണ് സംഘപരിവാർ ചിന്തകന്റെ വലിയ അഭിപ്രായം. സമരവുമായി ബന്ധപ്പെട്ട് മോദി പരാജയപ്പെട്ടു എന്നുള്ള ഒരു നറേറ്റീവിന് നിന്നു കൊടുക്കരുതെന്നും തന്ത്രപരമായ പിന്മാറ്റമാണ് രാഷ്ട്ര താൽപര്യത്തിന് വേണ്ടതെങ്കിൽ അത് ചെയ്യണമെന്നും മോഹൻദാസ് പറയുന്നുണ്ട്. എന്നാൽ താൻ വ്യക്തിപരമായി ആ തീരുമാനത്തിനെതിരാണ് എന്നുമാണ് അയാൾ വ്യക്തമാക്കുന്നത്. കീഴടങ്ങണോ എന്ന് ചോദിച്ചാൽ കീഴടക്കണം എന്ന് വാദിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ.
പക്ഷേ കീഴടങ്ങുന്നതാണ് നല്ലത് എന്ന് വാദിക്കുന്നവരെ സീരിയസ് ആയിട്ട് ബഹുമാനിക്കുകയും അവരുടെ പ്രയാസം മനസ്സിലാക്കുകയും ചെയ്യുമെന്നും മോഹൻദാസ് വീഡിയോയിൽ പറയുന്നുണ്ട്. മോഹൻദാസിനോട് പറയാനുള്ളത്, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അവർക്ക് ജനാധിപത്യം അടിച്ചമർത്തപ്പെടുമ്പോൾ ശബ്ദങ്ങൾ ഉയരുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ തോക്കും ലാത്തിയും ഒക്കെ കാട്ടി വിരട്ടാനാണ് ഭാവമെങ്കിൽ അതിന് പുല്ല് വില കൊടുത്തുകൊണ്ട് ജനം ഇളകി ഇറങ്ങും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജന്തർ മന്ദറിൽ നടന്ന സമരവും ഭരണകൂടത്തിന് അവരോട് മുട്ടുകുത്തേണ്ടി വന്നതും. എന്തിനാണെന്നേ ഈ സമരത്തെയൊക്കെ നിങ്ങൾ ഭയക്കാൻ പോകുന്നത്? വിദ്യാർത്ഥികൾ അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സുണ്ടാകണമായിരുന്നു. അല്ലാതെ അവരെ അടിച്ചമർത്താൻ നിന്നു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞോടാൻ പോകുന്നില്ല. ടി.ജി. മോഹൻദാസിനെതിരെ ഇപ്പോൾ ബഹിഷ്കരണ ആഹ്വാനം നടക്കുകയാണ്. ഇയാളുടെ പത്രിക എന്നു പേരുള്ള യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് ചെയ്യാനാണ് സമൂഹ മാധ്യമങ്ങളിൽ ആഹ്വാനം നടക്കുന്നത്. സമരക്കാരെ അധിക്ഷേപിച്ചും പെൺകുട്ടികൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയും മോഹൻദാസ് വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. വളരെ മോശം രീതിയിലാണ് ഇയാൾ ഡൽഹി സമരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് മാസ് റിപ്പോർട്ടിങ്ങിലൂടെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കാനുള്ള ആഹ്വാനം നടന്നിരിക്കുന്നത്. സമരത്തിന് വന്ന പെൺകുട്ടികൾക്ക് ബലാത്സംഗം ഇഷ്ടമാണെന്നും സമരക്കാരെ വെടിവെച്ചു കൊല്ലും എന്ന് മോഹൻദാസ് പറയുന്നത്. അതായത് ഈ സമരത്തിനെത്തിയ പെൺകുട്ടികൾ, ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ടല്ലോ, അവർ ഇതിന് നിന്നുകൊടുക്കും. അതിനു വേണ്ടിയിട്ടാണ് കുറേ എണ്ണം ജന്തർ മന്ദറിൽ എത്തിയത് എന്നൊക്കെയാണ് ഇയാളെ പോലെ ഒരാൾ സംസാരിച്ചിരിക്കുന്നത്. ഇയാൾക്കൊക്കെ എന്ത് വിവരമുണ്ട് എന്ന് ചോദിക്കുകയാണ്. സമരം നടത്തുന്നവരെല്ലാം ഈ പണിക്ക് നടക്കുന്നവരാണോ മോഹൻദാസെ എന്ന് ചോദിക്കുകയാണ്. കേരളം മുഴുവൻ നിങ്ങൾക്കിപ്പോൾ നടുവിരൽ നമസ്കാരമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഊച്ചാളിത്തരം പറയുന്നതിനും വൃത്തികേട് പറയുന്നതിനും ഒരു പരിധിയുണ്ട്. എന്ത് സമരം രാജ്യത്ത് നടന്നാലും അതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണോ എന്ന് മോഹൻദാസിനോട് ചോദിക്കുകയാണ്. ചിലപ്പോൾ മോഹൻദാസിന് പരിചയമുള്ള സമരം ഇങ്ങനെയായിരിക്കും. മോഹൻദാസ് സമരത്തിന് പോകുന്നത് ഈ പണിക്ക് വേണ്ടിയിട്ടായിരിക്കും. മോഹൻദാസിനെതിരെ SFI ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിലൂടെ ഇയാൾ നടത്തിയ പ്രസ്താവനകൾ അത്യന്തം ഗൗരവമുള്ളതാണെന്നും ഞെട്ടിപ്പിക്കുന്നതാണെന്നും പരാതിയിൽ SFI വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ പോലീസിനുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്നുള്ള ആഹ്വാനം ഒരു സാധാരണ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനമായി കാണാനാവില്ല എന്ന് SFI പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രതിഷേധിക്കുന്ന പൗരന്മാരെ കൂട്ടത്തോടെ കൊലപ്പെടുത്തണമെന്നും ഗുരുതരമായി പരിക്കേൽപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെയും നിയമവാഴ്ചയെയും ജനാധിപത്യ സംവിധാനത്തെയും നേരിട്ട് വെല്ലുവിളിക്കുന്നതാണ്. ജനാധിപത്യപരമായ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് സംസ്ഥാന ശക്തി ഉപയോഗിച്ച് വെടിവെപ്പ് നടത്തണമെന്നും അതിലൂടെ നിരവധി പേർ കൊല്ലപ്പെടുകയും അംഗഭംഗം സംഭവിക്കുകയും ചെയ്യുമെന്ന് പരസ്യമായി പറയുന്നത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും മനുഷ്യജീവനെ അപമാനിക്കുന്നതും സമൂഹത്തിൽ ഭീതിയും സംഘർഷവും സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതുമായ അതീവ അപകടകരമായ പ്രസ്താവനയാണെന്നും SFI പറഞ്ഞു. ഇത്തരം പ്രസ്താവനകൾക്ക് നിയമപരമായ നടപടി സ്വീകരിക്കാതെ വിട്ടുനിൽക്കുന്നത് ഭാവിയിൽ സമാനമായ അക്രമ ആഹ്വാനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾക്ക് സാഹചര്യം ഒരുക്കുകയും ചെയ്യും എന്നാണ് പരാതിയിൽ SFI പറയുന്നത്. ഇപ്പോൾ ഇത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ ഇയാൾക്കും ഇയാളുടെ ചാനലിനുമെതിരെ ആഹ്വാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും, അതായത് വ്ളോഗർമാരും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ചോദിക്കുന്നത്, ഇത്രയും വലിയ വൃത്തികേടുകൾ ഇയാൾ ഒരു ചാനലിലൂടെ വന്നിരുന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നടപടി എടുക്കുന്നില്ല, ഇയാൾക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള വലിയ ആഹ്വാനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടം ഒരിക്കലും ജനങ്ങളെ ഭയക്കുന്നവരായി മാറരുത്. ഇതിനോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതായത് സമരം മൂർച്ഛിക്കണം, പാർലമെന്റ് ആക്രമിക്കണം എന്നൊക്കെ വലിയ ആഹ്വാനം മുഴക്കിയ ഒരു കൂട്ടരും ഇവിടെയുണ്ട്. പ്രധാനമന്ത്രിയെ കൊല്ലണം, ആഭ്യന്തരമന്ത്രിയെ കൊല്ലണം എന്നൊക്കെയുള്ള ആവശ്യവുമായി വീഡിയോയിലൊക്കെ വന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിലൊക്കെ സംസാരിച്ചവരും ഒക്കെയുണ്ട്. അവർക്കെതിരെയും ഒക്കെ നടപടി വേണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. കാരണം നമ്മളൊരു സമരം നടത്തുമ്പോൾ ആ സമരം ഒരിക്കലും അതൊരു അക്രമത്തിലേക്ക് കലാശിക്കുന്ന രീതിയിലാകരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. സമരം ന്യായമായിരിക്കണം. നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ സമരം നടത്തേണ്ടത്. അതായത് ആ വിദ്യാർത്ഥികൾ അവിടെ കിടന്ന് സമരം ചെയ്യുമ്പോൾ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതുമ്പോൾ, അവിടെ കിടന്ന് തല്ലുകൊള്ളുമ്പോൾ ആ സമരത്തെ പോലും അപമാനിക്കുന്ന രീതിയിലായിരുന്നു ഒരു കൂട്ടം ആൾക്കാർ ലൈവിലൊക്കെ വന്നിട്ട് പാർലമെന്റ് ആക്രമിക്കണം എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇടപെടുക തന്നെ വേണം. ഇവിടെ അവരുടെ ന്യായമായ ആവശ്യത്തിന് വേണ്ടി അവർ ശക്തമായ രീതിയിലാണ് പോരാട്ടം നടത്തിയത്. ആ ശക്തമായ രീതിക്ക് മുൻപിൽ അടിയറവ് പറയേണ്ടി വന്നു ഭരണകൂടത്തിന്.
നമ്മൾ വിമർശിക്കാം, നമുക്ക് ആരെയും വിമർശിക്കാം, പക്ഷേ അതൊരിക്കലും അതിര് കടന്നു പോകരുത് എന്നുള്ളതാണ്. എന്തായാലും ടി ജി മോഹൻദാസിനെതിരെ ഇപ്പോൾ നടപടിയെടുക്കണമെന്നുള്ള വലിയ ആവശ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഇനിയും ഇയാളുടെ നാവിൽ നിന്ന്, ഇതുപോലെയുള്ളവരിൽ നിന്ന് ഇത്തരത്തിലുള്ള വൃത്തികെട്ട വാക്കുകൾ വരാതിരിക്കണം. അങ്ങനെ ഇത്തരം വൃത്തികെട്ട നാവുകൾ ചലിക്കാതിരിക്കണമെങ്കിൽ ഇവർക്കെതിരെ ശക്തമായ നടപടി തന്നെ ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.